ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞ് മെയിലത്തെ ആദ്യത്തെ ശനി ഞായർ തിങ്കളാണ് കേട്ടോ നമ്മളവിടെ പള്ളിപ്പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയുടെ പേര് വരണത് സെൻറ്റ് ജോസഫ് ചർച്ച് ഒല്ലൂക്കര എന്നാണ് കേട്ടോ. അപ്പോൾ മെയിലത്തെ ആദ്യത്തെ ആഴ്ചകളിലാണ് നമ്മളവിടെ പള്ളിപ്പെരുന്നാൾ വരാറ്. ഈ സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ പാവർട്ടി പള്ളിപ്പെരുന്നാൾ, അതുപോലെ മലയാറ്റൂർ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് ആഴ്ചകളിലാണ് നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളിലൊക്കെ കാണാറ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ലൈറ്റൊക്കെ കണ്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ മാല ബൾബ് ഇതാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ കളറാണ് വീട്ടിൽ മാല ബൾബ് ഇട്ടത്. അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മുടെ വീട്ടിലോട്ട് അമ്പൊക്കെ വരുന്നത്. രാവിലെ ഓൾറെഡി പ്രാർത്ഥന അമ്പ് വന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് ബാൻഡ് സെറ്റോട് കൂടിയിട്ട് അമ്പ് വരും. അപ്പോൾ ശനിയാഴ്ച ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം അങ്ങനെ പള്ളിയിൽ നിൽക്കാനൊന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു 7:30 കൂടിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് അമ്പ് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ അമ്പൊക്കെ കഴിച്ച് നമ്മളിനി അടുത്ത വീടുകളിലോട്ട് അമ്പെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയൽവക്കത്തുള്ള വീട് വരെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം മുന്നോട്ടൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ. വീട്ടിൽ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീടുകളിലോട്ടൊക്കെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ ഞായറാഴ്ചയിലത്തെയാണ്. അങ്ങനെ ഞായറാഴ്ചയാണ് നമ്മുടെ തിരുനാൾ ദിവസം എന്ന് പറയണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ പാട്ട് കുർബാനയ്ക്ക് പോയി. പാട്ട് കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടെ കുറച്ച് നേരം സ്റ്റേജിൽ നിന്നിട്ട് ബാൻഡ് സെറ്റ് കൊട്ടൂട്ടാം. അങ്ങനെ ബാൻഡ് സെറ്റെല്ലാം കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് രൂപെല്ലാം മുത്തി നേർച്ചയൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാണ്. പാട്ട് കുർബാന ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് അടിയാണ് കേട്ടോ അടുത്ത പരിപാടി. ഇനി വൈകിട്ടേ നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പള്ളിയിലോട്ട് പോയത്. കുഞ്ഞുദേ അവിടെ ചിക്കൻ കാര്യം കടിച്ച് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പാപ്പൻ്റെ പ്ലേറ്റിലോട്ട് വീടല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പാപ്പൻ ചിക്കനൊന്നും കഴിക്കാത്ത ആളായതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ടൊന്നും പോവല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ രാത്രിയിൽ പള്ളിയിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് നമ്മുടെ പള്ളിയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 കുർബാനയുണ്ട്. ആ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണം വന്നതിന് ശേഷം നമ്മുടെ അവിടെ എന്താ പറയുക വർണ്ണമഴയുണ്ട്. അതുപോലെ തന്നെ ബാൻഡ് സെറ്റും ഉണ്ട് കേട്ടോ. പിന്നാണ് സൺഡേ ആണ് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ടൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. കുറേ നേരമായിട്ടും പ്രദർശനം കാണാറില്ല. ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് വന്നുകൊണ്ട് വൈകിട്ട് കുർബാനയ്ക്ക് വന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രദർശനം എത്തിയിട്ടാണ്.
പ്രദക്ഷിണത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാൻഡ് സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. വർണ്ണക്കുടകളും അതുപോലെ ലൈറ്റും അതേപോലെ ബാൻഡ് സെറ്റും എല്ലാം കൂടിയിട്ടും നമുക്ക് അടിപൊളിയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ ഒരു വൈബ് എന്ന് പറയണത് തന്നെ ബാൻഡ് സെറ്റും ഈ ലൈറ്റുള്ള കുടകളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ പെരുന്നാൾ വൈബായി. അങ്ങനെ രൂപമൊക്കെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവച്ചു. പ്രദക്ഷിണം കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർണ്ണമഴയാണ്. നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർണ്ണമഴ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പള്ളിയിൽ അടിപൊളി ബാൻഡ് സെറ്റ്. അങ്ങനെ ബാൻഡ് സെറ്റെല്ലാം ഉഷാറായപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓണായിട്ടാണ്. നമ്മുടെ പള്ളിയിലത്തെ അച്ഛൻ വരെ ഡാൻസ് കളിച്ചു തുടങ്ങി. അങ്ങനെ പള്ളിയിൽ നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. എല്ലാത്തിനും നമ്മളായിട്ട് സഹകരിച്ച് കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു അച്ഛനാണ് കേട്ടോ നമ്മുടെ. അങ്ങനെ ബാൻഡ് സെറ്റെല്ലാം ഞങ്ങൾ അടിച്ച് പൊളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കച്ചവടക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനി ബാക്കി വിശേഷം തിങ്കളാഴ്ചയിലത്തെയാണ്. തിങ്കളാഴ്ച രാവിലെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. വൈകിട്ട് നമുക്ക് നാടകമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാടകം കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ നാടകം എന്ന് പറയണത് നമ്മുടെ തിലകില്ലേ, തിലകൻ്റെ നാടകം എന്നാണ് അവർ പറയണത്. അക്ഷരജ്വാല എന്നാണ് നാടകത്തിൻ്റെ പേര്. സാധാരണ നമ്മുടെ പള്ളിയിൽ തിങ്കളാഴ്ചകളിൽ ഗാനമേളയൊക്കെയാണ് സെറ്റ് ചെയ്യാറ്. ഇപ്രാവശ്യം നാടകമാണ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു നാടകം ഫുള്ളായിട്ടിരുന്ന് കാണുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാടകം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാടകം തീർന്നപ്പോൾ ഏകദേശം ഒരു 9:30 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ ഈ സൗണ്ടും സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മൾ രാഗത്തിലോട്ടാണ് കേട്ടോ സിനിമ കാണാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ 12 മണി 11:30 ഷോയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. തുടരും കാണാൻ വന്നത്. നല്ല സിനിമയായിരുന്നു. വേറെ സമയത്തൊന്നും ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ 11:30 വന്നത്. എന്തായാലും ഫാമിലിയായിട്ട് എല്ലാവരും കൂടിയിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വല്ലപ്പോഴുമാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക.
അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് കേട്ടോ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.